ഏകദേശം ഒരു 10 വർഷത്തോളം മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന നോവലത് ശരിയായില്ല എന്നുള്ളൊരു വല്ലാതൊരു ദുഃഖം തോന്നി. പിന്നെ ഇനി എഴുതില്ല എന്നൊക്കെ തീരുമാനിച്ചതാണ്. ഞാൻ വാസ്തവത്തിൽ ഞാനത് രണ്ടാമത് എഴുതിയില്ല, അധികം നശിപ്പിച്ച് കളഞ്ഞത്. കാരണം ആദ്യം എനിക്കൊരു വല്ലാത്തൊരു ദുഃഖം തോന്നിയത്. ഇപ്പോൾ ആളുകൾ എന്നെ ഓർക്കുന്നത് ഈ മയ്യഴിപ്പുഴ തീരങ്ങൾ ആ ഒരു നോവലിൻ്റെ പേരിലാണ് ഭൂരിഭാഗം ജനങ്ങൾ, പൊതുജനങ്ങൾ. അപ്പോൾ ഈയിടെ ഒരാൾ, ഒരു പെൺകുട്ടി, നിങ്ങളെപ്പോലൊരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട് മയ്യഴിപ്പ് തരങ്ങൾ. അപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു, പിന്നെ ഞാനിത് എഴുതുമ്പോൾ കുട്ടി ജനിച്ചിട്ടില്ലാന്ന്. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അമ്മയും ജനിച്ചിട്ടില്ലാന്ന്. കേട്ടാ, അവളും അവളുടെ അമ്മയും ജനിക്കാത്തൊരു കാലത്ത് നോവലാണത് അവരിപ്പോൾ വായിക്കുന്നത്, ഇപ്പോഴും വായിക്കുന്നുണ്ട്. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ സാഹിത്യത്തിൽ 2 തരത്തിലുള്ള എഴുത്തുണ്ട്. ഒന്ന് എല്ലാവരും വായിക്കുന്നു, എല്ലാവരും ചില വിഭാഗങ്ങൾ. മറ്റൊന്ന് എക്സ്ക്ലൂസീവായിട്ട് കുറച്ച് പേർ മാത്രം വായിക്കുന്നുണ്ട്. ഞാനെപ്പോഴും ഇഷ്ടപ്പെടുന്നത് എല്ലാവരും വായിക്കുന്നത് അങ്ങനെയുള്ളൊരു എഴുത്താണ്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആളുകൾ വായിക്കണം എന്നല്ല, വായിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എഴുതിയിട്ടെന്താണ് പല. അപ്പം ആ നിലയിൽ എനിക്ക് തൃപ്തിയുണ്ട്. ഈ ഇങ്ങനെ 50 വർഷമായിട്ടും ആളുകൾ ഈ നോവൽ വായിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഈ നോവൽ വായിക്കുമ്പോൾ ആളുകൾ മറ്റ് നോവൽ വായിക്കാൻ അവരെ ഇത് പ്രേരിപ്പിക്കും. ഇതിഷ്ടപ്പെടുമ്പോൾ ആ എഴുത്തുകാരനും വേറെ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അന്വേഷിക്കും. അങ്ങനെ അവർ വേറെ രചനകളിൽ ചെന്നെത്തും. അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷം. മയ്യഴി ശരിക്കും ഒരു വാശിയുടെയും ഒരു തിരുത്തിന്റെയും പുറകിലാണ് മയ്യഴിപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് വായിച്ചിട്ടുണ്ട്. ആദ്യം ഒരു പൊറ്റക്കാട് മയ്യഴിയിലെ വിമോചന സമരത്തെ കുറിച്ചൊക്കെ ഒരു എഴുതാൻ പോകുന്നു എന്ന് കേട്ടിട്ടാണ് മുത്തേട്ടൻ ആദ്യം എഴുതുന്നത്. പക്ഷെ എഴുതി അയച്ചു കഴിഞ്ഞപ്പോൾ NV അത് തിരിച്ചയക്കുന്നു. പിന്നെ ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വരുന്നത്. അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്? എങ്ങനെയാണ് അത്? ഒന്നാമത്തെ ഈ നോവല് പിന്നെ എൻ്റെ ശരിക്ക് ഈ ബാല്യകാലം മുതൽ ഈ മനസ്സിലിതുണ്ട്, ഇതിങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് സാഹിത്യം എന്താണെന്നൊന്നും അറിയില്ല, നോവൽ എന്താണെന്ന് പോലും അറിയില്ല. 10-14 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതിൻ്റെ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിരുന്നു. ഇപ്പം നോവൽ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ജനിക്കുന്നത് അതിൻ്റെ പൂർണ്ണരൂപത്തിലല്ല. എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെ ഏതെങ്കിലും ചില ഇമേജുകൾ, ദൃശ്യങ്ങൾ, അല്ലെ ചില കഥാപാത്രങ്ങൾ, ചില സംഭാഷണങ്ങൾ, ഇങ്ങനെ കുറേശ്ശെയായിട്ടാണ് ജനിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ തലയിൽ ഇങ്ങനെ കുമിഞ്ഞ് കൂടും. അവസാന ഒരു ഘട്ടത്തിൽ അതൊരു പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് 25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ എഴുതുന്നത് ഇത്. പക്ഷേ 14 വയസ്സ് മുതൽ അല്ലെങ്കിൽ 15 വയസ്സ് മുതൽ ഇതിങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടാ. അപ്പം 25 വയസ്സിലാണ് എഴുതിയത്. അപ്പോൾ ഞാൻ ഡൽഹിയിലെത്തിയിരുന്നു. അപ്പോൾ അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ NV കൃഷ്ണവാര്യരെ കാണിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ അത് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല നോവലാന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരുപാട് പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിട്ട് എന്നോട് രണ്ടാമതും വർക്ക് ചെയ്യാൻ പറഞ്ഞു. അത് നന്നായി. കാരണം പിന്നെ ഇതൊരു വലിയൊരു കഥയാണല്ലോ, ഒരു ദേശത്തിൻ്റെ. അത് നമ്മൾ 25 വയസ്സിലൊക്കെ എഴുതുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തിരി ഒരു മുൻകരുതൽ എടുക്കേണ്ടതാണ്. അപ്പോൾ കൃഷ്ണവാര്യരുടെ ആ ഒരു ഉപദേശം വളരെ നന്നായി. അപ്പം ഞാൻ വാസ്തവത്തിൽ ഞാനത് രണ്ടാമത് എഴുതിയില്ല, അധികം നശിപ്പിച്ച് കളഞ്ഞത്. കാരണം ആദ്യം എനിക്കൊരു വല്ലാത്തൊരു ദുഃഖം തോന്നിയത്. ഇത്രയും ഏകദേശം ഒരു 10 വർഷത്തോളം മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന നോവലത് ശരിയായില്ല എന്നുള്ളൊരു വല്ലാതൊരു ദുഃഖം തോന്നി. പിന്നെ ഇനി എഴുതില്ല എന്നൊക്കെ തീരുമാനിച്ചതാണ്. അങ്ങനെ അത് നശിപ്പിച്ച് കളഞ്ഞു എൻ്റെ കയ്യിൽ. അന്ന് പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ സൂക്ഷിക്കാൻ അന്ന് ഫോട്ടോസ്റ്റാറ്റ് വരെ ഇല്ല, ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ല. നമ്മളൊരു കോപ്പി വേണമെങ്കിൽ മുഴുവൻ കൈകൊണ്ട്, അപ്പോൾ അതിൻ്റെ കോപ്പി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് കാണും ഇപ്പോൾ രണ്ടാമത് എഴുതിയ. അതാണ് നമ്മളെ കയ്യിൽ. അത് പിന്നെ ഞാൻ അവർക്ക് കൊടുത്തപ്പം, മാതൃഭൂമിക്ക് കൊടുത്തപ്പം അവർ വളരെ സന്തോഷത്തോടെ അത് പിന്നെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അതാണ് ആ ഒരു നോവലിൻ്റെ കഥ. അല്ല, കഥാപാത്രങ്ങൾ പിന്നെ അതിൽ ഭൂരിഭാഗം കഥാപാത്രങ്ങളും ജീവിച്ചിരുന്നവരാണ് കേട്ടോ. അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ് ഇയാളുടെ IK കുമാരൻ മാഷ്. നമ്മുടെ നോവലിൽ പിന്നെ കണാരൻ മാസ്റ്ററായിട്ട് വരുന്നതുണ്ടല്ലോ, അയാൾ ജീവിച്ചിരുന്ന ആളാണ്.
അയാൾ ജീവിച്ചിരുന്ന ആളാണ്. പിന്നെ അതിൽ പല കഥാപാത്രമുണ്ട്. അച്ചു എന്നുള്ളൊരു കഥാപാത്രം ഉണ്ടല്ലോ, ഒരു ഗുണ്ട. അത് പിന്നെ ഈ ഫ്രഞ്ച് ഭരണത്തിൻ്റെ കാലത്ത് ഫ്രഞ്ചുകാർക്ക് ദുഷ്പേരുണ്ടാക്കിയത് ഇങ്ങനെയുള്ള ആളുകളായിരുന്നു, ഗുണ്ടകൾ. കുറേ ഗുണ്ടകളുണ്ടായിരുന്നു അവിടെ. അവരാണ് പിന്നെ ഫ്രഞ്ചുകാരുടെ ആയിട്ടുള്ള ബന്ധം, വാസ്തവത്തിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പിന്നെ അങ്ങനെ ഒരാളായിരുന്നു അച്ചു എന്നുള്ള. അയാളുടെ പേര് പോലെ തന്നെയാണ്, ഞാൻ മാറ്റിയിട്ടില്ല കേട്ടാ. അല്ല, പേര് മാറ്റിയിട്ടുണ്ട്, പേരതല്ല. അപ്പം അയാൾ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക്, എൻ്റെ വീട്ടിലേക്ക് വരും. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉച്ചക്കെല്ലാം വന്ന് അവിടെ കയറി കിടന്നിട്ട് പറയും ചോറ് വേണമെന്ന് പറയും. അപ്പം എല്ലാവരും ഭയമാണ്. കയ്യിലെപ്പോഴും ഒരു കത്തിയുണ്ടാവും. എന്നിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മ ചോറ് വിളമ്പി കൊടുക്കും, ചോറും മീൻകറി അതെല്ലാം കഴിച്ചിട്ട് എൻ്റെ വീട്ടിൻ്റെ കോലയിലൊരു വലിയൊരു നീളത്തിലൊരു ബെഞ്ചുണ്ട്. പണ്ടത്തെ വീടുകളിലൊക്കെ അങ്ങനെ കാണാം. അയാൾ അതിൽ കിടന്ന് ഉറങ്ങും, സ്വന്തം വീട് പോലെ. അയാളാണ് നമ്മുടെ നോവലിൽ അച്ചു എന്ന് പറയും. അപ്പം അയാൾ ഞാൻ അതേപടി ചിത്രീകരിക്കും. ഇവിടം വരെ, ഇപ്പം ഞാൻ പറഞ്ഞത് വരെ അത് ശരിയായി ജീവിച്ചിരുന്ന അച്ചുവാണ്. പിന്നെ അയാൾക്കൊരു മാനസാന്തരം സംഭവിക്കുന്നുണ്ടല്ലോ, ദാസൻ്റെ പെങ്ങളെ ആഗ്രഹിക്കും. പിന്നെ അതിനുശേഷം അയാൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നുണ്ട്. അത് എൻ്റെ ഭാവനയിലുള്ളതാണ്. പിന്നെ ഇയാൾ മായിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇയാൾ ഒരുപാട് ഗൂണ്ടായുസം കാണിച്ചുകൊണ്ട് ഇയാളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നാട്ടുകാർ കൊന്നുകളി. അതുകൊണ്ട് ഇയാൾ ഫ്രഞ്ചുകാർ പോകുന്ന ഏകദേശം ഉറപ്പായപ്പോഴേക്ക് അയാൾ മായിൽ നിന്ന് ഓടിപ്പോയി. എങ്ങോട്ടാണ് പോയെന്ന് അറിയില്ല. പിന്നെ അയാൾ ആരും കണ്ടിട്ടില്ല. പിന്നെ നാട്ടുകാർ അയാളെ കാണുന്നത് എൻ്റെ നോവലാണ്. ഈ ഫ്രഞ്ചുകാരുടെ ഒരു അധിനിവേശത്തിന്റെയും അതില് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഇൻവേഷനെ പോലെ അല്ല ഫ്രഞ്ച് ഇൻവേഷനെ താങ്കളതിൽ ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും വേറെയാണ്. മാത്രമല്ല ജനങ്ങളിൽ പലരും, ഈവൻ നമ്മുടെ അമ്മൂമ്മയൊക്കെ മരിക്കുന്ന സമയത്ത് അവസാനം ചോദിക്കുന്ന കപ്പൽ വന്നു എന്നാണ്. ഈ കപ്പൽ വരിക, ഇവര് തിരിച്ചു വരിക നാട്ടുകാരുടെ കൂടെ ആവശ്യമായിട്ടുള്ള ഒരു ഇൻവേഷനാണ്. എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻവേഷന്റെ തന്നെ ഒരു ഹ്യൂമൻ ഫേസ് ആണ്, ഒരു മനുഷ്യന്റെ. അല്ല, അവിടെയാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒന്നാമതായിട്ട് ചെറിയൊരു പ്രദേശമല്ലത്. ഇപ്പം ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരുപാട് ക്രൂരതകൾ കിട്ടല്ലോ. നമ്മളിപ്പം ജാലിയൻവാല ബാഗിലൊക്കെ പോയി ആ കിണറൊക്കെ കാണുമ്പോൾ അവർ ചെയ്തിൽ എത്ര മനുഷ്യർ കൊന്നിരിക്കുന്നു. പക്ഷെ ഇവരങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് വാസ്തവത്തിൽ ആവശ്യം കാലി വെക്കാൻ ഒരു സ്ഥലമായിരുന്നു. അന്ന് ഇവർ നിരന്തര യുദ്ധത്തിലായിരുന്നു, ഈ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരുമുള്ള. അപ്പോൾ അക്കാലത്ത് യുദ്ധങ്ങൾ നടന്ന ഏറെയും കടലിലാണ്, കപ്പലുകൾ. അപ്പോൾ അവർക്കങ്ങനെ ഈ കപ്പലുകളിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷുകാരായിട്ട്, അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും നമ്മളിങ്ങനെ ഒരു ഫുട് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്ന് നിൽക്കാനൊരു സ്ഥലം, അതാണ് അവർ. മയ്യഴി വളരെ എന്താ പറയുക സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ശരിക്കും ഒരു ഉയരത്തിലൊരു കുന്നിൻ്റെ മുകളിലാണ്, അതിൻ്റെ ഒരു വശത്താണ് മയ്യഴി ഉള്ളത്. അപ്പോൾ അത് കടലിനെ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അവർക്ക് ആ ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനെ സഹായിക്കും. അങ്ങനെയാണ് അവർ ആ സ്ഥലം പിന്നെ കൈവശപ്പെടുത്തുന്നത്. അത് വാങ്ങിയതാണെന്നാണ് കഥ. അത് എനിക്കറിയില്ല വാസ്തവമാണോന്ന്. 16,000 ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങിയതാണ് മയ്യസ് കേട്ടോ, ഈ വടകര വാഴുന്നവരെന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ നിന്ന്. പക്ഷെ അന്ന് 16,000 ഉറുപ്പ്യ വലിയൊരു ഭയങ്കര തുകയായിരുന്നു, നമുക്കൊന്നും ഭാവനയിൽ കാണാൻ കഴിയാത്ത. പിന്നെ അവരവിടെ വന്ന ശേഷം അവർ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമായിരുന്നു അവർക്ക്. പിന്നെ അവിടെ പിന്നെ ചില ഫ്രഞ്ചുകാരൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ചെറിയൊരു ഓർമ്മയിൽ എൻ്റെ മൂത്തൊരു ചേച്ചിയുണ്ട്, ദേവകി എന്നവരുടെ പേര്. അവർ പഠിക്കുമ്പോൾ അവരെ ക്ലാസ്സിലൊരു ഫ്രഞ്ചുകാരി പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ രണ്ടുപേരും പിന്നെ ഇങ്ങനെ സ്നേഹിതന്മാരായിരുന്നു. അപ്പോൾ ഈ ഫ്രഞ്ചുകാരി എൻ്റെ വീട്ടിലൊരു അപ്പോൾ ഏച്ചിയായിട്ട്, ഞങ്ങൾ ഏച്ചിയുടെ പറയാം, ചേച്ചിയല്ല ബാക്കി ഏച്ചിയാണ്. അപ്പോൾ ഏച്ചിയായിട്ട് ഇവരിങ്ങനെ ഫ്രഞ്ചിൽ സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോൾ ക്രിസ്മസ് എല്ലാം വരുമ്പം ആ ഫ്രഞ്ചുകാരി കേക്കെല്ലായിട്ട് വീട്ടിൽ വരും. ഇത് ഇങ്ങനൊരു സൗഹൃദമാണത്. പിന്നെ കുറുമ്പിയമ്മയുടെ ഒരു വേറെ തരത്തിലുള്ള, അത് അധിനിവേശകരോടുള്ള, അവർക്ക് അധിനിവേശം എന്നുള്ള വാക്കോ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഈ വെളുത്ത ആളുകളോട് നമുക്കെപ്പോഴും ഒരു ആരാധനയാണ്. വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ളത്. എന്നോട് തന്നെ എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഇടാൻ നല്ലവണ്ണം പഠിച്ച് നല്ല ഉദ്യോഗമൊക്കെ ആക്കിയാൽ നിനക്ക് നല്ലൊരു വെളുത്ത പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു തരും. അപ്പോൾ കണ്ട വെളുപ്പാണ് പ്രധാനം കേട്ടോ. അപ്പോൾ വെളുപ്പ് എന്നുള്ളത് ഒരു ആരാധനയാണ്. അപ്പം ഫ്രഞ്ചുകാർ അങ്ങനെ കത്തി നിൽക്കുന്ന വെളുപ്പല്ല അവർക്ക്. പിന്നെ അവരുടെ ജീവിത രീതി, അവർ ആദ്യമായിട്ട് മയ്യഴിയിലൊരു കാറ് വരുന്നത് ഈ
അവിടുത്തെ മൂപ്പൻ സാഹിബിൻ്റെ കാറ്. അപ്പം അങ്ങനെയുള്ള അവരുടെ വെളുത്ത നിറം, അവരുടെ ജീവിത രീതി, പിന്നെ അവരുടെ മദാമ്മമാർ. അപ്പോൾ ആ ഒരു ലോകം ാണ് ഈ കുറുമ്പിയമ്മ ആരാധിച്ചിരുന്നത്. അല്ല അതിൽ അധിനിവേശം അല്ല അധിനിവേശകർ അങ്ങനെയുള്ള അർത്ഥമൊന്നുമില്ല. പക്ഷെ ഇത് കുറേയൊക്കെ യൂണിവേഴ്സലാണ്. എന്നോട് ഒരാൾ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവമാണ്. ഈ നോവൽ ഫ്രഞ്ചിൽ വന്നു, ഫ്രഞ്ച് ഭാഷയിൽ വന്നപ്പോൾ അത് ഈ പഴയ ഫ്രഞ്ച് സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പം നമ്മുടെ അൾജീരിയ, മൊറോക്കോ, സെനഗാൽ, പിന്നെ അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ അതിൽ മോറീഷ്യസിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഒരു റിയൂണിയൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ദ്വീപ് സമുച്ചയം. അത് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ഒരു സർവകലാശാല പ്രൊഫസർ മാഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പം, മാഹിയില്ല ഡൽഹിയിൽ വന്നിട്ട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഈ നിങ്ങളുടെ കുറുമ്പിയമ്മ ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു യൂണിവേഴ്സലായിട്ടുള്ളതാണ്. എവിടേക്ക് ഇവർ ചെന്ന് ഭരിച്ചിരുന്നോ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ ഇവരുടെ ഈ പ്രതാപം, ഇവിടെ നിറം, ഒരു സമ്പത്ത് ഇതൊക്കെ കണ്ടിട്ട് അവരെ ദൈവികമായിട്ട് കാണുകയും ഈ കുറുമ്പിയമ്മയെ പോലെ തന്നെയുള്ള ആളുകൾ അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം അവരായിട്ടുള്ള നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മയ്യഴിയിലെ ഉത്സവങ്ങൾ, അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം ഈ തെയ്യത്തിൻ്റെ ഉത്സവമാണ്. തെയ്യത്തിൻ്റെ ഉത്സവത്തിന് ഇവർ മുമ്പിലിരിപ്പുണ്ടാവും, ഈ സായിപ്പുമാരും പിന്നെ അവരുടെ മദാമ്മമാരും കുട്ടികളും. പിന്നെ അവർക്ക് ഇരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു പന്തലൊക്കെ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അവരുടെ പോലീസുകാരും ഇവർക്കുണ്ടാവും. അപ്പം അങ്ങനെ ഒരു നാട്ടുകാരുമായിട്ട് അവർക്കൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പലർക്കും ഇപ്പം കുറുമ്പിയമ്മയെ പോലുള്ളവർക്ക് ഇവരോട് എന്തിനാണ് പോകാൻ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ നല്ല മനുഷ്യരോട് പോകാൻ പറയാണ് നാട് വിട്ടിട്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറയുന്ന ഈ കോളനിവൽക്കരത്തിൻ്റെ വേറൊരു തലമാണ്. ഇതിൽ കുറേ കൂടി ഇതിൽ രാഷ്ട്രീയമില്ല കേട്ടോ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമൊന്നുമില്ല. അത് മാനുഷികമായിട്ടുള്ള ഒന്നാണ്. ഇവർ വന്നു, ഇവിടെ നിന്ന് വന്നു അവിടെ താമസിക്കുന്നു, കുറേ കാലം 200 വർഷം അവിടെ താമസിക്കുന്നു. അപ്പോൾ ജനങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. അതൊരു രസകരമായൊരു സംഗതിയാണ്.